എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ഇൻകം ടാക്സ് ആൻഡ് GST സബ്ജക്റ്റിലെ 5ാമത്തെ മൊഡ്യൂളായ ഇൻസ്പെക്ഷൻ സെർച്ച് ആൻഡ് സീസർ അണ്ടർ GST. കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, എന്നാലും നിങ്ങൾ മലയാളത്തിൽ നല്ല രീതിയിൽ ഈ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ എഴുതാൻ പറ്റും. അല്ലാത്തവർക്ക് ഞാൻ അത്യാവശ്യം കീ പോയിന്റുകളും കാര്യങ്ങളും പറഞ്ഞു തന്ന് മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. എന്നാലും ചെറിയ പ്രയാസം ഉണ്ടാകും, അത് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നെ പറയുകയാണ്. അഥവാ തീരെ ഈ മൊഡ്യൂൾ വേണ്ട, ബാക്കി 4 മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കുമെന്നുള്ളവരാണെങ്കിൽ ഈ മൊഡ്യൂൾ സ്കിപ്പ് ചെയ്തോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല, പക്ഷേ ഒരു വർഷം മാത്രം പവേഴ്സ് ഓഫ് ഇൻസ്പെക്ഷൻ സെർച്ച് ആൻഡ് സീസർ അണ്ടർ GST essay ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമുള്ളവർ സ്കിപ്പ് ചെയ്തോ, അല്ലാത്തവർ നല്ല രീതിയിൽ ഈ മൊഡ്യൂളിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കേൾക്കുക. ഞാൻ മലയാളത്തിൽ, കാരണം എല്ലായ്പ്പോഴും മലയാളത്തിൽ എക്സ്പ്ലനേഷൻ തരാറുണ്ട്, എന്നാലും ഞാനിത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മലയാളത്തിൽ ഞാൻ എക്സ്പ്ലനേഷൻ തരാം. ചിലപ്പോൾ നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞാൽ എക്സാമിന് ആ ഒരു കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, സീലിംഗ് ആയതുകൊണ്ട് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാം, essay ഒഴികെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇതിൽ നിന്ന് എന്തെങ്കിലും 5 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് 1/2 മാർക്കെങ്കിലും കിട്ടിയാലും നിങ്ങൾക്കത് എന്താണ്, പാസ്സാവാനുള്ള ഒരു വഴിയാണ് അല്ലേ, അല്ലെങ്കിൽ നല്ലൊരു ഗ്രേഡ് കിട്ടാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിക്കുക. ഈ ഒരു മൊഡ്യൂളിൻ്റെ ഷോർട്ട് നോട്ട് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കണ്ടിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചോളൂ. ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ടാണ് വിട്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഒരു ഇൻസ്പെക്ഷൻ സെർച്ച് ആൻഡ് സീസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. GST അതോറിറ്റീസ് ഹാവ് പവർ ടു എൻഷുർ ടാക്സ് കംപ്ലയൻസ്. അതായത് GST അതോറിറ്റിയുടെ ഒരു അധികാരമാണ് ടാക്സ് നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക. ദേ ക്യാൻ ഇൻസ്പെക്ട് റെക്കോർഡ്സ് ആൻഡ് പ്രിമൈസസ്. അതുകൊണ്ട് തന്നെ GST അതോറിറ്റീസിന് ഒരു സ്ഥാപനത്തിൽ ചെന്ന് അവിടുത്തെ റെക്കോർഡുകളും അതുപോലെ തന്നെ ആ ബിൽഡിങ്ങും ഇൻസ്പെക്ട് ചെയ്യാം. അതുപോലെ സെർച്ച് ഹിഡൻ ഗുഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ്, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഗുഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സോ ഉണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യാം. ആൻഡ് സീസർ ദം ടു പ്രിവെൻറ്റ് ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിടിച്ചെടുക്കാനുമുള്ള അധികാരം GST അതോറിറ്റിക്ക് ഉണ്ട്. അതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഇൻസ്പെക്ഷൻ സെർച്ച് ആൻഡ് സീസർ അണ്ടർ GSTയിൽ മനസ്സിലാക്കേണ്ടത്. അതായത് GST അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് GST ആ ഒരു രജിസ്റ്റർ ചെയ്ത ആളുകൾ GSTയുടെ നിയമങ്ങൾ, GST ആക്ട് പ്രകാരം പറയുന്ന റൂൾസ് ഓർ റെഗുലേഷൻസ് പാലിക്കുന്നോ എന്നുള്ള കാര്യം GST അതോറിറ്റിയുടെ പവറിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ GST അതോറിറ്റിക്ക് എന്തിനുള്ള അധികാരമുണ്ട്? റെക്കോർഡുകളും പ്രിമൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് ആണ് കേട്ടോ. അത് ബിൽഡിംഗ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതായത് സ്ഥാപനങ്ങൾ ഇൻസ്പെക്ഷൻ നടത്താൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ബിൽഡിങ്ങുകളിലൊക്കെ പോയിട്ട് അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നു. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പിടിച്ചെടുക്കുക. വലിയ വലിയ ഡോക്യുമെൻറ്റുകളും കള്ളപ്പണമൊക്കെ പിടിച്ചെടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് ഈ സംഭവം, ഇൻസ്പെക്ഷൻ സെർച്ച് ആൻഡ് സീസർ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST അതോറിറ്റി ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടുത്തെ റെക്കോർഡ്സുകളും ബിൽഡിങ്ങും, പ്രിമൈസസ് വേണ്ട നമുക്ക്, ബിൽഡിങ്, ഓക്കെ, അവിടുത്തെ റെക്കോർഡ്സുകളും ബിൽഡിങ്ങുകളും ഇൻസ്പെക്ട് ചെയ്യുന്നു. അത് മനസ്സിലായല്ലോ. ഇൻസ്പെക്ഷൻ എന്താ? ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടുത്തെ ബിൽഡിങ്ങുകളും റെക്കോർഡുകളും ഇൻസ്പെക്ട് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? GST അതോറിറ്റിക്ക് അധികാരമുണ്ട്. സെർച്ച് ഹിഡൻ ഗുഡ്സ് ഓർ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ഹിഡൻ ഗുഡ്സ്, ഹിഡൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒളിപ്പിച്ചു വെച്ച ഗുഡ്സുകളോ അല്ലെങ്കിൽ ഡോക്യുമെന്റോ സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് സീസർ ദം ടു പ്രിവെന്റ് ടാക്സ് ഇവേഷൻ, അതുപോലെ തന്നെ സീസർ നടത്താനും. സീസർ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, SEIZURE. സീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള ഒരു അധികാരം കൂടെ ആർക്കുണ്ട്? GST അതോറിറ്റിക്കുണ്ട്. അപ്പോൾ GSTയുടെ ഇൻസ്പെക്ഷനും സെർച്ചും സീസറും ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഒന്ന് പറഞ്ഞു നോക്കാം, എന്താ സെർച്ച്, എന്താ ഇൻസ്പെക്ഷൻ? ആദ്യം നമ്മൾ ഇത് എഴുതണം. GST അതോറിറ്റിക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ആ ഒരു ടാക്സ് പെയർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാനുള്ള പവർ GST അതോറിറ്റിക്കുണ്ട്. അതിലൊന്നാമത്തത് ഇൻസ്പെക്ഷനാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സുകളും ബിൽഡിങ്ങും ഇൻസ്പെക്ട് ചെയ്യാൻ. സെർച്ച് എന്ന് പറഞ്ഞാൽ ഹിഡൻ ഗുഡ്സും അതുപോലെ തന്നെ ഡോക്യുമെന്റ്സും സെർച്ച് ചെയ്യാൻ. സീസർ എന്ന് പറഞ്ഞാൽ ടാക്സ് വെട്ടിപ്പുകൾ, ടാക്സ് ഇവേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് സീസർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്.
ഇനി നമുക്ക് നോക്കാം ഇൻസ്പെക്ഷൻ അണ്ടർ ജി എസ് ടി. എന്താണ് ജി എസ് ടിയിലെ ഇൻസ്പെക്ഷൻ? ഇൻസ്പെക്ഷൻ ഈസ് ദി ആക്ട് ഓഫ് എക്സാമിനേഷൻ ഓഫ് സംതിങ് ഓഫൺ ക്ലോസ്ലി. അപ്പൊ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് സംതിങ്, എന്തോ ഒന്ന് പരിശോധിക്കുകയാണ്, അതാണ് ഇൻസ്പെക്ഷൻ. അപ്പോൾ എക്സാമിനേഷൻ ഓഫ് സംതിങ് എന്ന് എഴുതിയാൽ ഇൻസ്പെക്ഷന്റെ അരമാർക്കായി. അപ്പൊ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് എക്സാമിനേഷൻ ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പോയി അരിച്ചു പെറുക്കി ഒന്ന് വെരിഫൈ ചെയ്യുന്നതാണ് ഇൻസ്പെക്ഷൻ. അവിടെ എക്സ്ട്രാ കെയർ ഒന്നും കൊടുക്കേണ്ടതില്ല. എക്സ്ട്രാ കെയർ ഒന്നും ഓവറായിട്ടൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പ്രൊവിഷൻ ദാറ്റ് സെർച്ച്. അതായത് ദാറ്റ് അല്ല, അവിടെ ദാൻ ആണ് കേട്ടോ. സെർച്ചിന്റെ അത്ര വരില്ല എന്ത്, ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. അതായത് ജസ്റ്റ് അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എവിടെന്നോ ഒരു കോള് വന്നു, ഇന്ന സ്ഥാപനത്തിൽ എന്തൊക്കെയോ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കോള് വന്നു. അപ്പോൾ ആ ഒരു ജി എസ് ടിയിൽ എന്തൊക്കെയോ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് കോള് വന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒരു എക്സ്ട്രാ കെയർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് എക്സാമിനേഷൻ ഓഫ് സംതിങ്, എന്തോ ഒരു കാര്യം പരിശോധിക്കുകയാണ്. ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ പ്രൊവിഷൻ ദാൻ സെർച്ച്. സെർച്ചിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് ഇൻസ്പെക്ഷൻ. ഇറ്റ് പെർമിറ്റ്സ് എ പ്രോപ്പർ ഓഫീസർ ടു ആക്സസ് എനി പ്ലേസ് ഓഫ് ബിസിനസ് ഓർ ഓഫ് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഓർ എൻ ഓണർ ഓഫ് എ ഗോഡൗൺ. അതായത് ജി എസ് ടി അതോറിറ്റി പെർമിറ്റ് ചെയ്യുന്ന ഒരു ഓഫീസർക്ക് ഒരു ബിസിനസ് എവിടെയാണോ ഉള്ളത്, ബിസിനസ് നിലനിൽക്കുന്ന പ്ലേസിൽ പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്താം. ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഗുഡ്സ് ഇല്ലേ, അത് ഇൻസ്പെക്ഷൻ നടത്താം. ഓണർ ഓഫ് ഗോഡൗൺ, ഒരു ഗോഡൗണിൽ പോയിട്ട് ആ ഗോഡൗണിലെ ഓണറുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാം, ഇൻസ്പെക്ഷൻ നടത്താം. എ ജോയിന്റ് കമ്മീഷണർ ഓർ ഓഫീസർ ഓഫ് ഹയർ റാങ്ക് മേ ഹാവ് റീസൺ ടു ബിലീവ് ദാറ്റ് ടാക്സ് ഇവേഷൻ. അതായത് എവിടെയോ ടാക്സ് വെട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടി, അത് റീസൺ ടു ബിലീവ്, വിശ്വാസയോഗ്യത്തിൽ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ജോയിന്റ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസർ ഹയർ റാങ്കിലുള്ള ഈ ജോയിന്റ് കമ്മീഷണർ പോലെ തന്നെ ഹയർ റാങ്കിലുള്ള ഒരു ഒഫീഷ്യലിന് എന്ത് ചെയ്യാം, ഇൻസ്പെക്ഷൻ നടത്താം. അപ്പോൾ ഇൻസ്പെക്ഷനെ കുറിച്ച് ഞാൻ എൻ്റേതായ രീതിയിൽ, ഈ നോട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, എൻ്റേതായ രീതിയിൽ ഒരു 4 കീവേഡ് പറഞ്ഞു തരാം. അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് പഠിച്ചോ. ഒന്ന്, ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് എക്സാമിനേഷൻ ഓഫ് സംതിങ്, എന്തോ ഒരു കാര്യം എക്സാമിനേഷൻ നടത്തുന്നതാണ്. ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ ദാൻ സെർച്ച്. അതായത് ഇൻസ്പെക്ഷൻ സെർച്ചിനേക്കാൾ കുറച്ച് സോഫ്റ്റ് ആയ ഒരു പ്രോസസ്സാണ്. എവിടെയൊക്കെ ഇൻസ്പെക്ഷൻ നടത്താം, ബിസിനസ്സിൽ നടത്താം, ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സിൽ നടത്താം, ഗോഡൗണിൽ നടത്താം. ആരാണ് നടത്തുന്നത്, ജോയിന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ ഓഫീസർ ഓഫ് ഹയർ റാങ്ക്. ഇനി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്? സപ്രസ്ഡ് എനി ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. സപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക അല്ലെങ്കിൽ മൂടി വെക്കപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് സപ്രസ്ഡ് എനി ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഏതോ ഒരു ഗുഡ്സിൻ്റെ സപ്ലൈ നടന്നിട്ടുണ്ട് പക്ഷെ അത് മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ നമുക്ക് പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്താം. സപ്രസ്ഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്, സ്റ്റോക്ക് മൂടി വെച്ചിട്ടുണ്ട്, അതായത് സ്റ്റോക്ക് മൂടി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ ഇൻസ്പെക്ഷൻ നടത്താം. ക്ലെയിംഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എക്സസ്, അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങോട്ടേക്ക് കിട്ടേണ്ട ഒരു പൈസയാണ്, അതായത് ടാക്സ് പെയർക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട പൈസയാണ്, അത് കൂടുതൽ ക്ലെയിം ചെയ്യുക. യഥാർത്ഥത്തിൽ കൂടുതൽ ക്ലെയിം ചെയ്താൽ അവിടെയും എന്ത് ചെയ്യാം, ഇൻസ്പെക്ഷൻ നടത്താം. വയലേഷൻ ഓഫ് ജി എസ് ടി പ്രൊവിഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, വയലേഷൻ ഓഫ് ജി എസ് ടി റൂൾ, ജി എസ് ടിയുടെ നിയമങ്ങൾ ലംഘിച്ച് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയും ഇൻസ്പെക്ഷൻ നടത്താം. അടുത്തതോ, എ ട്രാൻസ്പോർട്ടർ ഓർ ഓണർ ഓഫ് എ വെയർഹൗസ് കെപ്റ്റ് ഗുഡ്സ് വിച്ച് ആർ എസ്കേപ്ഡ് ഫ്രം ടാക്സ് പേയ്മെന്റ്. ടാക്സ് കൊടുക്കാതെ ഒരു ട്രാൻസ്പോർട്ടറോ അല്ലെങ്കിൽ വെയർഹൗസ് ഓണറോ ഗുഡ്സ് മൂടി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യാം, ഇൻസ്പെക്ഷൻ നടത്താം. അപ്പൊ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എക്സാമിനേഷൻ ഓഫ് സംതിങ്, എന്തോ ഒരു കാര്യം എക്സാമിൻ ചെയ്യാണ് അല്ലെ. ഒന്ന് പറഞ്ഞു നോക്ക്, എൻ്റെ കൂടെ കുറച്ച് ടഫാണ്, ഐ നോ ദാറ്റ്, പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളോടത്ത് കാര്യങ്ങൾ മലയാളത്തിലും കീവേഡും ഒക്കെ വെച്ച് പറഞ്ഞു തരുന്നുണ്ട്.
കുറേ പേർക്കെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്കിത് കേച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന്. കാരണം ഈ ഒരു മൊഡ്യൂൾ കുറച്ചൊരു ടഫാണ്. അപ്പോൾ ഞാനൊരു ശ്രമം നടത്തിയതാണ്. ഞാൻ ആദ്യം ഈ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാ, പക്ഷെ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തതാണ്. കാരണം ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങ് പഠിച്ചെടുക്കാൻ പറ്റില്ല ഒരു ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസിന്. അപ്പോൾ അത്യാവശ്യം നല്ല കാലിബർ ഉള്ളവരാണെങ്കിൽ ഓക്കെ, പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഫോളോ ചെയ്യുന്ന മെജോറിറ്റിയും എന്താണ്, ആവറേജ് ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്തിയതാണ്. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പഠിക്കാൻ പറ്റുമെന്ന്. 3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത്. ഒന്ന് ഇൻസ്പെക്ഷനും, അതുപോലെ തന്നെ ഒന്ന് സെർച്ചാണ്, ഒന്ന് സീസറാണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ചെറിയ അവിടെ എന്തോ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ചെറിയൊരു എക്സ്ട്രാ കെയർ കൊടുത്ത് അവിടെ ഒന്ന് പരിശോധിക്കുന്നതിനെയാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. സെർച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുന്നതിനെയാണ് സെർച്ച് എന്ന് പറയുന്നത്. സീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒളിപ്പിച്ച് വെച്ചത്, അത് പണമായിരിക്കാം അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിരിക്കാം, എന്തോ കാര്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് പിടിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ സീസർ എന്ന് പറയുന്നത്. അപ്പം നമ്മളതിൽ ഇൻസ്പെക്ഷനാണ് ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. ഇപ്പം ഇൻസ്പെക്ഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആക്ട് ഓഫ് എക്സാമിനേഷൻ ഓഫ് സംതിങ് ഓഫൺ ക്ലോസ്ലി, അതായത് എക്സാമിനേഷൻ ഓഫ് സംതിങ്, അത് കീവേഡാണ്. പിന്നെ അതെന്താണ്, സോഫ്റ്റ്വെയർ പ്രൊവിഷൻ ദാൻ സെർച്ച്. സെർച്ചിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് ഏത്, ഇൻസ്പെക്ഷൻ. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ എവിടെയൊക്കെയാണ് നടത്തുക, പ്ലേസ് ഓഫ് ബിസിനസ്സിലും ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സിലും ഗോഡൗണിലും. ആ 3 പോയിന്റ് ഓർത്താൽ മതി. പ്ലേസ് ഓഫ് ബിസിനസ്, ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ്, ഗോഡൗൺ. ആരാണ് നടത്തുക, ജോയിന്റ് കമ്മീഷണറും ഹൈ റാങ്ക് ഓഫീസറും. ജോയിന്റ് കമ്മീഷണറോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ ഹയർ റാങ്കിലുള്ള ഓഫീസേഴ്സും, അറ്റ്ലീസ്റ്റ് ജോയിന്റ് കമ്മീഷണർ എന്തെങ്കിലും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി എപ്പോഴൊക്കെയാണ് ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്, സപ്രസ്ഡ് എനി ട്രാൻസാക്ഷൻ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഏതെങ്കിലും ഒരു ഗുഡ്സ് ഓർ സർവീസസിൻ്റെ ട്രാൻസാക്ഷൻ നടന്നിട്ട് സപ്ലൈ നടന്നിട്ട് അത് മൂടി വെച്ചാൽ, സപ്രസ്ഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ് മൂടി വെച്ചാൽ, ക്ലെയിംഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എക്സസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്താൽ, വയലേഷൻ ഓഫ് GST റൂൾ, GSTയുടെ റൂൾ ലംഘിച്ചാൽ, അതുപോലെ തന്നെ ടാക്സ് പേയ്മെൻറ്റ് നടത്താതെ ഒരു ട്രാൻസ്പോർട്ടറോ അല്ലെങ്കിൽ വെയർഹൗസ് ഓണറോ ചെയ്തു കഴിഞ്ഞാൽ. ഇനി വേർ ദ ഇൻസ്പെക്ഷൻ കണ്ടക്റ്റഡ്, എവിടെയെല്ലാം ഇൻസ്പെക്ഷൻ നടത്താം, ടാക്സബിൾ പേഴ്സന്റെ, ടാക്സ് കൊടുക്കുന്ന വ്യക്തിയുടെ ഓഫീസിൽ ഇൻസ്പെക്ഷൻ നടത്താം, ട്രാൻസ്പോർട്ടറുടെ ഓഫീസിൽ ഇൻസ്പെക്ഷൻ നടത്താം, ഗോഡൗൺ ഓണറുടെ ഓഫീസിലോ അല്ലെങ്കിൽ ആ ഒരു ഗോഡൗണിലോ ഇൻസ്പെക്ഷൻ നടത്താം. അടുത്തതാണ് സെർച്ച്. സെർച്ച് മീൻസ് action of a government to go or examine carefully a place, area, person, object, etc. in order to find something to discover evidence of a crime. ഒരു ക്രൈം നടന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പോയി അത് കണ്ടെത്തുക. ആ പ്ലേസിലോ അല്ലെങ്കിൽ ഏരിയയിലോ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ്, ആ സാധനത്തെയോ നമ്മൾ കെയർഫുള്ളി എക്സാമിൻ ചെയ്ത് കണ്ടെത്താനുള്ള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർച്ച് എന്ന് പറഞ്ഞത്. അതായത് ഇൻസ്പെക്ഷനേക്കാൾ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളതാണ് സെർച്ച്. സെർച്ച് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഫൈൻഡ് സംതിങ്, എന്തെങ്കിലും ഒന്ന് അവിടെ കണ്ടുപിടിക്കണം, ഒരു കാര്യം ഒളിപ്പിച്ച് വെച്ചത് കണ്ടെത്തുക, അതാണ് സെർച്ചിൻ്റെ ഉദ്ദേശം. അതായത് ഒരു കുറ്റത്തിൻ്റെ തെളിവ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, സെർച്ച് നടത്തുന്നത്. അപ്പോൾ സെർച്ച് means action of a government to go or examine carefully a place, area, person, object, etc. in order to find something to discover. അതുപോലെ സെർച്ച് ക്യാൻ ബി ഡൺ അണ്ടർ വാലിഡ് അതോറിറ്റി. ഒരു വാലിഡ് അതോറിറ്റിക്ക് മാത്രമേ സെർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഗുഡ്സ് വിച്ച് ആർ ലേബിൾ ഫോർ കോൺഫിസിക്കേഷൻ, അതായത് ഗുഡ്സ് എടുക്കുക, കള്ളപ്പണമൊക്കെ പിടിച്ചെടുക്കുന്ന പോലെ. എനി ഡോക്യുമെന്റ്, ബുക്ക് ഓർ അതർ തിങ് വിച്ച് വിൽ ബി യൂസ്ഫുൾ ഡ്യൂറിങ് ദ പ്രൊസീഡിങ്സ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്തത് സീസർ അണ്ടർ GST ആണ്. സീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ടേക്കിംഗ് ഓവർ സംതിങ് ഓർ സംവൺ ബൈ ഫോഴ്സ് ത്രൂ ലീഗൽ പ്രോസസ്. നിയമപരമായ പ്രോസസ്സിലൂടെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ നിർബന്ധപൂർവം സ്വാധീനിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പിടിച്ചെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സീസർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ജനറലി ടേക്സ് എഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഓണർ. ഓണറുടെ താല്പര്യം ഇല്ലാതെയായിരിക്കും നമ്മൾ സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത്. The person whose document are seized can make copies in the presence of his officers. അതായത് എന്തെങ്കിലും ഡോക്യുമെന്റ്
ഇൻകം ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ GST അതോറിറ്റി പിടിച്ചെടുത്താൽ ആ GST അതോറിറ്റിയുടെ മുമ്പാകെ നിന്നുകൊണ്ട് ആ കമ്പനിക്ക് എന്ത് ചെയ്യാം, ആ ബിസിനസ്സിന് എന്ത് ചെയ്യാം, ആ ഡോക്യുമെന്റിന്റെ എല്ലാം കോപ്പി കൊടുക്കാം. It is if notice not issued with 6 months of seizing the document, they will be returned. അതായത് GST അതോറിറ്റി ഡോക്യുമെന്റ് എല്ലാം പിടിച്ചെടുത്ത് 6 മാസം കഴിഞ്ഞിട്ടും അവർക്ക് നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. GST അതോറിറ്റി അത് റിട്ടേൺ ചെയ്യണം. അതുപോലെ ഗവൺമെന്റ് ക്യാൻ ഇഷ്യൂ എ ലിസ്റ്റ് ഹസാർഡ്സ് ഓർ പെരിഷബിൾ ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് സൂൺ ആസ് ദേ ആർ സീസ്ഡ്. സീസ് ചെയ്ത് കഴിഞ്ഞ് ഉടൻ തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യണം, അതിൽ മാരകമായിട്ടുള്ളതോ അല്ലെങ്കിൽ പെരിഷബിൾ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്ത് കളയണം. ഓക്കെ. ഓൾ ഗുഡ് സീസ്ഡ് വിൽ ബി ലിസ്റ്റഡ് പ്രോപ്പർലി ബൈ ദ ഓഫീസർ. ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഏതെല്ലാം ഗുഡ്സുകളാണോ പിടിച്ചെടുക്കുന്നത് അതെല്ലാം തന്നെ ഓഫീസർ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യണം. ഓൾ പ്രൊവിഷൻസ് ക്രിമിനൽ പ്രൊസീജിയർ ക്യാൻ ബി അപ്ലൈഡ് ടു ദ സെർച്ച് ആൻഡ് സീസർ. അതായത് എല്ലാത്തിനും പോലീസ് എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള അധികാരം GST അതോറിറ്റിക്കുണ്ട്. അപ്പോൾ ഇത്രയുമാണ് സീസറിൽ പറയുന്നത്. സീസർ എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് സംതിങ് ഓർ സംവൺ ടേക്കിംഗ് ഓവർ, പിടിച്ചെടുക്കുന്നതാണ്. അത് ഇൻട്രസ്റ്റ് ഓഫ് ദ ഓണർ, ഓണറുടെ താല്പര്യമില്ലാതെ ആയിരിക്കും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ മുമ്പാകെ കോപ്പി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 6 മാസത്തിനുള്ളിൽ നോട്ടീസ് അയച്ചിട്ടില്ലെങ്കിൽ GST അതോറിറ്റി അതെല്ലാം തന്നെ ആ ഒരു ബിസിനസ്സിന് റിട്ടേൺ ചെയ്യേണ്ടതാണ്. അതുപോലെ ഗവൺമെന്റ് ഹസാർഡ്സോ പെരിഷബിൾ ഗുഡ്സോ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഓഫീസർ പിടിച്ചെടുത്ത എല്ലാ ഗുഡ്സിൻ്റെയും ലിസ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് അറസ്റ്റ് അണ്ടർ GST. അതായത് എന്തെങ്കിലും GST പെയർ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ GST അതോറിറ്റീസിന് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇറ്റ് മീൻസ് ഡിറ്റെയിനിങ് എ പേഴ്സൺ ബൈ GST അതോറിറ്റീസ് ഫോർ കമ്മിറ്റിംഗ് എ സീരിയസ് GST ഒഫൻസ്. GSTയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സീരിയസ് കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ GST അതോറിറ്റിക്ക് ആ ഒരു വ്യക്തിയെ ഡിറ്റെയിനിങ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചാലാണ്? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്തൗട്ട് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇല്ലാതെ ഗുഡ്സോ സർവീസസോ സപ്ലൈ നടത്തിയാൽ GST അതോറിറ്റിക്ക് അതൊരു ഒഫൻസ് ആയിട്ട് കണ്ട് അറസ്റ്റ് ചെയ്യാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്ത് ഫോൾസ് ഇൻവോയ്സ്, തെറ്റായ ഇൻവോയ്സിലൂടെ ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്താൽ അതൊരു ഒഫൻസ് ആയി കണ്ട്, ഒഫൻസ് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യമായിട്ട് കണ്ട് GST അതോറിറ്റിക്ക് അവരെ അറസ്റ്റ് ചെയ്യാം. ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് വിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, ഒരു ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യാതെ ഒരു ഇൻവോയ്സ് ബില്ല് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതും ഒരു ഒഫൻസ് ആണ്, അറസ്റ്റ് ചെയ്യാം. ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ യൂസിങ് അതേഴ്സ് രജിസ്റ്റർ നമ്പർ, മറ്റാളുകളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ അതും ഒരു GST ഒഫൻസ് ആണ്, അറസ്റ്റ് ചെയ്യാം. ഫെയിൽസ് ടു ഫർണിഷ് ഇൻഫർമേഷൻ കോൾഡ് ബൈ ആൻ ഓഫീസർ, അതായത് ഒരു ഓഫീസർ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് സമയത്തിന് ചെയ്തിട്ടില്ലെങ്കിൽ GST ഒഫൻസ് ആണ്. ഫെയിൽസ് ടു ഫർണിഷ് ഡോക്യുമെന്റ് കോൾഡ് ബൈ ആൻ ഓഫീസർ, GST ഓഫീസർ ഡോക്യുമെന്റ് കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് അത് ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ, കൊടുത്തിട്ടില്ലെങ്കിൽ അതും ഒരു ഒഫൻസ് ആണ്. ഫെയിൽസ് ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ്, ആ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സുകൾ, കണക്കുകളൊന്നും ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിനും അറസ്റ്റ് ചെയ്യാം. അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരും, വേറൊരു ടോപ്പിക്കിലും പഠിക്കാനുണ്ട്. അടുത്തതാണ് ഇ-വേ ബിൽ. ഇ-വേ ബില്ല് 2 മാർക്കിന് ചോദിക്കും. ഇ-വേ ബിൽ ഈസ് എ ഡോക്യുമെന്റ്. ഇ-വേ ബിൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അണ്ടർ GST പ്രകാരം ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ബില്ലാണ് ഇ-വേ ബിൽ. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് വർത്ത് ഓവർ ₹50,000 വിത്തിൻ ഇന്ത്യയിൽ. ഇതിങ്ങനെ കേട്ടാൽ മതി. ഇ-വേ ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെന്റ് ആണ്. ഇന്ത്യയിൽ ഗുഡ്സ് ഓർ സർവീസസ് മൂവ് ചെയ്യണമെങ്കിൽ ഇ-വേ ബിൽ റിക്വയർഡ് ആണ്. അതായത് ഗുഡ്സ് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഗുഡ്സിന് 50,000-ൽ കൂടുതൽ വർത്ത് ഉണ്ടെങ്കിൽ, 50,000-മോ അല്ലെങ്കിൽ അതിലധികമോ വേർത്ത് ഉണ്ടെങ്കിൽ അവിടെ വേണ്ട ബില്ലിനെയാണ് ഇ-വേ ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇ-വേ ബിൽ ഈസ് എ ഡോക്യുമെന്റ്. ഇ-വേ ബിൽ ഒരു ഡോക്യുമെന്റ് ആണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അണ്ടർ GST പ്രകാരം ഗുഡ്സിന്റെ മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ ഇ-വേ ബില്ല് വേണം. അപ്പം നിങ്ങൾ ഇതിന്റെ കീവേഡ് 3 ഓർത്ത് നോട്ട് ചെയ്ത് വെച്ച്. ഒന്ന്,
ഇതൊരു ഡോക്യുമെൻ്റ് ആണ്. ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റിന് ഈ ഡോക്യുമെൻ്റ് വേണം. ഗുഡ്സ് 50,000 അതിൽ കൂടുതലായിരിക്കണം വാല്യൂ. അടുത്തതാണ് GST ഓഡിറ്റ്. GST ഓഡിറ്റ് ഈസ് ദി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ്, റിട്ടേൺസ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളും GST റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും റെക്കോർഡ്സുമെല്ലാം ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടത്തുന്നതിനെയാണ് GST ഓഡിറ്റ് എന്ന് പറയുന്നത്. അത്രയും എഴുതിയാൽ 2 മാർക്ക് കിട്ടും. ഞാൻ പിന്നെ 2 സെൻറ്റൻസ് കൂടെ കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ GST ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ്, റിട്ടേൺസ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഇന്ത്യയിൽ GST കൊടുക്കുന്ന ഒരു പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സും റിട്ടേൺസും റെക്കോർഡ്സും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതാണ് GST ഓഡിറ്റ്. Every registered person whose aggregate turnover in a financial year exceeds rupees 5 crores get his accounts audited by chartered accountant or cost and management account. ഇന്ത്യയിൽ GST പേ ചെയ്യുന്ന ആളുകൾ അവരുടെ അഗ്രഗേറ്റ് ടേൺ ഓവർ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 5 കോടിയിൽ കൂടുതലാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെയോ വെച്ചുകൊണ്ട് GST ഓഡിറ്റ് നടത്തണം. ഇപ്പം GST ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് റിട്ടേൺസ്, അതുപോലെ തന്നെ എന്താണ് റിട്ടേൺസ്, റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും അവരുടെ അഗ്രഗേറ്റ് ടേൺ ഓവർ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 5 കോടിയിൽ കൂടുതലാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിനെയോ വെച്ച് ഓഡിറ്റ് നടത്തണം. സ്പെഷ്യൽ ഓഡിറ്റും സംഭവം ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ്, റിട്ടേൺസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് മെയിൻറ്റെയിൻഡ് ബൈ എ രജിസ്റ്റേർഡ് പേഴ്സൺ. ബട്ട് അതിൽ മാറുന്നത് എന്താണ്? ഇറ്റ് സ്ക്രൂട്ടനൈസസ് സ്പെസിഫിക് ട്രാൻസാക്ഷൻ ഓർ പീരീഡ്. ഒരു പ്രത്യേക കാലയളവിലെയോ അല്ലെങ്കിൽ ചില പ്രത്യേക ട്രാൻസാക്ഷനുകളോ സ്പെഷ്യൽ ഓഡിറ്റിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് സൂക്ഷ്മ പരിശോധനയ്ക്ക്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആണ്. സ്പെഷ്യൽ ഓഡിറ്റിൽ നിങ്ങൾ ഒരു കീവേഡ് അവിടെ ഓർത്ത് വെക്കുക, അവിടെ സ്ക്രൂട്ടിനി ഉണ്ടായിരിക്കും. ഇപ്പോൾ GST ഓഡിറ്റും സ്പെഷ്യൽ ഓഡിറ്റും പഠിച്ചു. GST ഓഡിറ്റ് ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആണ്. എന്തൊക്കെയാണ്? റെക്കോർഡ്സും, റിട്ടേൺസും, ഡോക്യുമെന്റ്സും. പിന്നെ ഓർത്ത് വെക്കേണ്ടത് ആരാണ് ഇത് ചെയ്യേണ്ടത്? കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റും ചെയ്യാം, ചാർട്ടേഡ് അക്കൗണ്ടന്റും ചെയ്യാം. എപ്പോഴാണ് അവർ ചെയ്യുക? അഗ്രഗേറ്റ് ടേൺ ഓവർ 5 കോടിയിൽ കൂടുതലാണെങ്കിൽ. സ്പെഷ്യൽ ഓഡിറ്റോ ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. എന്തൊക്കെ? റിട്ടേണും റെക്കോർഡും ഡോക്യുമെന്റും. പക്ഷെ എന്താണ് അവിടെ ചില ഏരിയയും ചില പീരീഡും അതുപോലെ ചില ട്രാൻസാക്ഷനും സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും, സൂക്ഷ്മ പരിശോധന നടത്തും. ഇനി നമുക്ക് നോക്കാം ഒഫൻസസ് അണ്ടർ GST. എന്താണ് GSTയിലെ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കുറ്റം. ഒഫൻസസ് റെഫേഴ്സ് ടു ബ്രീച്ച് ഓഫ് ലോ ഓർ റൂൾസ്. റൂളുകളെ ബ്രീച്ച് ചെയ്യുക, അതായത് ലംഘിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയമങ്ങളെ ലംഘിക്കുന്നതിനെയാണ് ഒഫൻസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആക്ട് അഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻ ഓഫ് GST ലോ. GSTയുടെ നിയമത്തെ വയലേറ്റ് ചെയ്യുന്നതിനെയാണ്. ഇങ്ങനെയും എഴുതാം നിങ്ങൾക്ക്. ഇറ്റ് ഈസ് ദ വയലേഷൻ ഓഫ് GST റൂൾസ് ആൻഡ് റെഗുലേഷൻ. GSTയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ GST ലോസ് അതിനെ വയലേറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആ ലോസ് ആൻഡ് റൂൾസിനെ ബ്രീച്ച് ചെയ്യുന്നതിനെയാണ് ഒഫൻസസ് അണ്ടർ GST. അപ്പോൾ ഒഫൻസസ് എന്ന് പറയുമ്പോൾ ബ്രീച്ച് എന്നോ വയലേഷൻ എന്നോ എഴുതുക. അടുത്തതാണ് പെനാലിറ്റീസ് അണ്ടർ GST. പെനാലിറ്റി മീൻസ് പണിഷ്മെന്റ്. അതോർത്താൽ മതി. പണിഷ്മെന്റ് ഇമ്പോസ്ഡ് ബൈ ലോ ഫോർ കമ്മിറ്റിംഗ് സർട്ടൈൻ ഒഫൻസസ് അണ്ടർ GST ആക്ട്. GST ആക്ട് പ്രകാരം എന്തെങ്കിലും ഒഫൻസസ്, കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ അതിനെതിരെ ആ ഒരു GST ആക്ട് കൊടുക്കുന്ന ആ ഒരു പണിഷ്മെന്റിനെയാണ് പെനാലിറ്റീസ് എന്ന് പറയുന്നത്. പെനാലിറ്റീസ് ഫോർ സർട്ടൈൻ ഒഫൻസസ്. എന്തെല്ലാം ഒഫൻസസിനാണ് പെനാലിറ്റി കിട്ടുക? ഒന്ന്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്തൗട്ട് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇല്ലാതെ ഗുഡ്സ് ഓർ, ഇത് തന്നെയാണ് എന്ത് അറസ്റ്റ് ചെയ്യേണ്ട കാരണങ്ങളും. കോമൺ ആയിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്തൗട്ട് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇല്ലാതെ ഗുഡ്സ് ഓർ സർവീസസിന്റെ സപ്ലൈ നടത്തുന്നു. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് വിത്തൗട്ട് ഫോൾസ് ഇൻവോയ്സ്. തെറ്റായ ഇൻവോയ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സ് ഓർ സർവീസസിന്റെ സപ്ലൈ നടത്തുന്നു. ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഇൻവോയ്സ് ബിൽ ഇല്ലാതെ ഗുഡ്സ് ഓർ സർവീസസ് ഇഷ്യൂ ചെയ്യുന്നു. ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബിൽ ബൈ യൂസിങ് അതേഴ്സ് രജിസ്റ്റർ നമ്പർ. മറ്റുള്ളവരുടെ രജിസ്റ്റർ നമ്പർ യൂസ് ചെയ്ത് ഇൻവോയ്സ് ബില്ല് ഇഷ്യൂ ചെയ്യുന്നു.
ഫെയിൽസ് ടു ഫർണിഷ് ഇൻഫർമേഷൻ കോൾഡ് ബൈ ആൻ ഓഫീസർ. ഒരു ഓഫീസർ ഒരു ഇൻഫർമേഷൻ കോൾ ചെയ്തപ്പോൾ അത് കൊടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് കൊടുക്കാൻ വിട്ടുപോയി, സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാൻ വിട്ടുപോയി. അതൊക്കെ ഒരേപോലത്തെ പോയിന്റ്സ് ആണ് വരുന്നത്, കണ്ടില്ലേ? ഫെയിൽ ടു ഫർണിഷ് ആനുവൽ റിട്ടേൺ, ഫെയിൽ ടു പേ ടാക്സ് ഇലക്ട്രോണിക്കലി, അതുപോലെ ക്ലെയിം ഇനെലിജിബിൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഫെയിൽസ് ടു ഡിസ്പ്ലേ GSTN സർട്ടിഫിക്കറ്റ്. ഇത്തരം കാരണങ്ങളെല്ലാം GST ആക്ട് പ്രകാരം അറസ്റ്റും ചെയ്യാം. അതിനെല്ലാം ഒഫൻസുകളാണ്, അതെല്ലാം പെനാലിറ്റിക്ക് വിധേയമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡൗട്ട് ഉള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതെന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക.